കേരള രാഷ്ട്രീയത്തെ ആകെ ഉലച്ചുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്തെ ചില സവിശേഷമായ സംഭവ വികാസങ്ങളിലേക്കാണ് ഇപ്പോൾ എല്ലാവരുടെയും കണ്ണ് നീളുന്നത്. മുൻപ് AKG സെന്ററിൽ കയറി അക്രമികളായ സഖാക്കളെ പൂട്ടാൻ അറിയാഞ്ഞിട്ടല്ല, അത് ചെയ്യാതിരുന്നത് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞ വാക്കുകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും കൂട്ടർക്കും ചുറ്റും നിയമത്തിൻ്റെ വലയങ്ങൾ മുറുകുന്നു എന്ന രീതിയിലുള്ള വലിയ രാഷ്ട്രീയ ആഖ്യാനങ്ങളാണ് ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ നിന്നും പുറത്തു വരുന്നത്. 5 ഇൻസ്പെക്ടർമാരും 7 സബ് ഇൻസ്പെക്ടർമാരും അടങ്ങുന്ന 30 അംഗ സായുധ പോലീസ് സംഘത്തെ മുഖ്യമന്ത്രിയുടെ മകളെ ലക്ഷ്യമിട്ടിപ്പോൾ രംഗത്തിറക്കിയിരിക്കുകയാണ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രി. പിണറായി വിജയൻ എത്രയൊക്കെ പ്രതിരോധിക്കാൻ നോക്കിയാലും രക്ഷപ്പെടില്ല എന്ന കട്ടായം പറഞ്ഞുകൊണ്ടാണ് ഈ നീക്കങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ വലിയ പോരാട്ടത്തിന് പിന്നാലെയാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു പ്രധാന ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഈ 30 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായി വന്നിരിക്കുന്നത് മ്യൂസിയം SHO ആയ R പ്രശാന്താണ് എന്നതാണ് കൗതുകകരമായ വസ്തുത. ആരാണ് ഈ പ്രശാന്ത് എന്ന് നോക്കുമ്പോഴാണ് ഈ രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടുതൽ ചൂടുപിടിക്കുന്നത്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന അധ്യക്ഷനായ പ്രശാന്ത് പോലീസിലെ പ്രമുഖനായ ഒരു ഇടത് സംഘടനാ നേതാവാണ്. CPM നേതാക്കളും ഉന്നതരും പ്രതിസ്ഥാനത്ത് നിൽക്കാൻ സാധ്യതയുള്ള ഒരു കേസിൽ അടുത്ത ഇടതുപക്ഷക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷണ ചുമതലയിലേക്ക് വരുന്നത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ഈ അന്വേഷണത്തിൽ പക്ഷപാതിത്വം ഉണ്ടാകുമോ എന്ന ആശങ്ക പല കോണുകളിൽ നിന്നും ശക്തമായി ഉയരുമ്പോഴും ഈ ഉദ്യോഗസ്ഥനുമേൽ നിയമം വെച്ചിരിക്കുന്നത് സങ്കല്പിക്കാൻ കഴിയാത്തയത്ര വലിയ ഉത്തരവാദിത്തമാണ്. കൃത്യമായ ഡിജിറ്റൽ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ നിഷ്പക്ഷമായി മാത്രമേ ഇനി ഈ ഉദ്യോഗസ്ഥന് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇടതുപക്ഷക്കാരനായ ഒരു പോലീസുകാരനെ കൊണ്ട് തന്നെ ഭരണപക്ഷ ഉന്നതർക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കുകയും കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്യുന്ന അതീവ സങ്കീർണമായ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. തൻ്റെ രാഷ്ട്രീയ യജമാനന്മാർക്ക് തന്നെ കൈവിലങ്ങണിയിക്കേണ്ടി വരുന്ന ഈ അവസ്ഥ ഒരു പോലീസുകാരൻ എന്നുള്ള നിലയിൽ പ്രശാന്തിന് വലിയൊരു അഗ്നിപരീക്ഷ തന്നെയാണ്. ഈ കേസിൻ്റെ വഴിത്തിരിവുകളിലേക്ക് നോക്കുമ്പോൾ തിരുവനന്തപുരം നഗരത്തെ പിടിച്ചുകുലുക്കിയ അതീവ ഗുരുതരമായ ചില സംഭവങ്ങളാണ് ഇതിന് പിന്നിൽ ആധാരമായി നിലകൊള്ളുന്നത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് തലസ്ഥാനത്തെത്തിയ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED ഉദ്യോഗസ്ഥർക്ക് നേരെ പരസ്യമായ വാക്കേറ്റവും കയ്യേറ്റവും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഒരു കേന്ദ്ര ഏജൻസിക്ക് നേരെ സംസ്ഥാനത്ത് വെച്ച് പരസ്യമായ ആക്രമണം ഉണ്ടാകുക എന്നത് രാജ്യത്തു തന്നെ കേട്ടുകേൾവിയില്ലാത്ത സംഭവം ആയതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. കണ്ടോൺമെൻറ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഇതിനായി 30 അംഗങ്ങളുള്ള വമ്പൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നത്. അതീവ വേഗത്തിൽ തന്നെ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനാണ് ഈ സംഘത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് പിന്നിൽ വളരെ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് ഉയർന്നു വരുന്ന ആക്ഷേപം. ഇത് പൂർണ്ണമായി പുറത്തു കൊണ്ടുവരാൻ പ്രതികളുടെയും സംശയ നിഴലിൽ ഉള്ളവരുടെയും ഫോൺ രേഖകൾ അടക്കം സമഗ്രമായി പരിശോധിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. കടുത്ത ഇടതനുഭാവിയായ ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുമ്പോൾ അത് ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടിയുള്ളതാണോ അതോ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയുള്ളതാണോ എന്ന ചർച്ചകൾ രാഷ്ട്രീയ കേരളത്തിൽ സജീവമാണ്. എന്നാൽ നിയമത്തിന് മുന്നിൽ അത്തരം സ്വാധീനങ്ങൾ നടപ്പില്ലെന്ന് തെളിയിക്കാനാണ് ഭരണപക്ഷം തന്നെ തങ്ങളുടെ പോലീസ് സംവിധാനത്തിലൂടെ ഇപ്പോൾ നീങ്ങുന്നത്. കൃത്യമായ ഡിജിറ്റൽ തെളിവുകളും മൊഴികളും ശേഖരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു തരത്തിലുള്ള വീഴ്ചയും വരുത്താൻ കഴിയില്ല. ED ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന അക്രമത്തിൻ്റെ എല്ലാ വശങ്ങളും പുറത്തു കൊണ്ടുവന്നേ മതിയാകൂ. കാരണം കേന്ദ്ര ഏജൻസിയുടെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമായതിനാൽ കേന്ദ്ര സർക്കാരിൻ്റെയും കോടതികളുടെയും കനത്ത നിരീക്ഷണം ഈ കേസിന് മേലിലുണ്ടാകും. ഏതെങ്കിലും തരത്തിൽ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചാൽ അത് അന്വേഷണ സംഘത്തിന് തന്നെ വലിയ തിരിച്ചടിയാകും. AKG സെന്ററിലേക്ക് മാർച്ച് നടത്തുന്നതിനോ അവിടെ കയറി പൂട്ടുന്നതിനോ അല്ല ഭരണപക്ഷം മുൻഗണന നൽകുന്നത്. മറിച്ച് നിയമത്തിൻ്റെ വഴിയിലൂടെ അഴിമതിക്കാരെയും അക്രമികളെയും അഴിക്കുള്ളിലാക്കുക എന്നതാണ് നിലവിലെ ലക്ഷ്യം. കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ഇത്തരമൊരു അന്വേഷണം അതീവ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചവരെയും അതിന് പിന്നിൽ നിന്ന് ചരട് വലിച്ച ഉന്നതരെയും ഒരുപോലെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നത് ഈ സംഘത്തിൻ്റെ ബാധ്യതയാണ്. ഇടതുപക്ഷ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന R പ്രശാന്തിന് തൻ്റെ രാഷ്ട്രീയ കൂറാണോ അതോ പോലീസുകാരൻ എന്ന നിലയിലുള്ള നീതിബോധമാണോ വലുതെന്ന് ഇനി തെളിയിക്കേണ്ടി വരും. ഈ ഒരു സാഹചര്യം പിണറായിയെയും ഗോവിന്ദനെയും സംബന്ധിച്ച് വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. സ്വന്തം ആളുകൾ തന്നെ അന്വേഷിച്ച് സ്വന്തം നേതാക്കൾക്കെതിരെ തെളിവ് നിരത്തേണ്ടി വരുന്ന ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നാണ് ഇനി അറിയേണ്ടത്. വരും ദിവസങ്ങളിൽ ഈ 30 അംഗ സംഘം എടുക്കാൻ പോകുന്ന നടപടികളും കുറ്റപത്രത്തിലെ വിവരങ്ങളും വീണ വിജയൻ്റെയും
പിണറായിയുടെയും രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.